ഒരു നല്ലൊരു ഇന്നോവേറ്റീവ് ഐഡിയ ഫ്രിഡ്ജ് വെച്ചിട്ട് ഞങ്ങളൊരു ഫിഷ് ടാങ്ക് നിർമ്മിച്ചു. 2 വട്ടം കൂട്ടിൽ പാമ്പ് കയറി. നമ്മൾ ആദ്യം ഷീറ്റ് ഇങ്ങനെ വെക്കുക. ഹായ് ഗായ്സ്, ഫൈസ് ഇബ്രാഹിം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു സബ്സ്ക്രൈബറായ ഒരു സബ്സ്ക്രൈബർ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞൊരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോണ്ട് മേക്കിംഗ് കുളം കുത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് കുളം കുത്താൻ പറ്റില്ല, കുറച്ച് സ്ഥലമുള്ളൂ ഇവിടെ. അപ്പോൾ ഇവിടെ കുളം കുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ സേഫ്റ്റി ടാങ്കിൻ്റെ കുഴൽ പൊട്ടും, അപ്പോൾ സീനാവും. അപ്പോൾ എന്തായാലും അത് ചെയ്യണില്ല. അപ്പോൾ അതിന് പകരം ഞങ്ങളൊരു എന്താ പറയുക, ഒരു ഫിഷ് ടാങ്ക് നിർമ്മിച്ചാലോ എന്ന് ആലോചിച്ചു. അപ്പം എന്ത് ടൈപ്പ് ഫിഷ് ടാങ്ക് നിർമ്മിക്കണമെന്ന് ഞങ്ങൾ കുറേ ആലോചിച്ചു. ഏറ്റവും അവസാനം ഒരു നല്ലൊരു ഇന്നോവേറ്റീവ് ഐഡിയ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ടുള്ളതായിരിക്കാം, പലരും ഉപയോഗിക്കുന്നൊരു സംഭവമായിരിക്കാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വീട്ടിൽ ഒരു ഫ്രിഡ്ജ്, പഴയൊരു ഫ്രിഡ്ജാണ്, ഞങ്ങൾ ഒഴിവാക്കിയൊരു ഫ്രിഡ്ജാണ്. അപ്പോൾ എന്തായാലും ആ ഫ്രിഡ്ജ് വെറുതെ കിടക്കണ കണ്ടപ്പം ഇതിനു വേണ്ടി യൂസ് ചെയ്താലോ എന്ന് ആലോചിച്ചു. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു ഐഡിയ ആണ്. ഫ്രിഡ്ജ് വെച്ചിട്ട് ഞങ്ങളൊരു ഫിഷ് ടാങ്ക് നിർമ്മിച്ചു. ഓട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്ത് വെച്ചിട്ട് അടച്ചിക്കണേ? MC-ലാ. ഗൈസ് ഇത് കണ്ടോ, ഇത് ഞാൻ മുന്നേ ലവ് ബേഡ്സിനെ അതേപോലെ പ്രാവിനൊക്കെ വളർത്തിയിരുന്ന കൂടാണ്. ഞാൻ പിന്നെ ഒഴിവാക്കി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലവ് ബേഡ്സിനെ വളർത്തിയ സമയത്ത് 2 വട്ടം കൂട്ടിൽ പാമ്പ് കയറി. പ്രാവ് കുറേ വട്ടം പൂച്ച പിടിച്ചിട്ടൊക്കെ അങ്ങനെ പോയി. പിന്നെ ഞാൻ ആ ഒരു ഇൻട്രസ്റ്റ് വിട്ട് അത് ഒഴിവാക്കി. നമുക്ക് പറ്റുന്ന പരിപാടിയല്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞപ്പോൾ എന്തായാലും ഒരു പോണ്ട് മേക്കിംഗ് എന്തായാലും പറ്റില്ല, തൽക്കാലം ഒരു ടാങ്ക് മേക്കിംഗ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രോയാണ് ഇതിൻ്റെ പരിപാടികൾ. കടയിൽ കുറേ മീനുകളുണ്ട്. കടയിൽ ഇപ്പോൾ സാരിവാല്, ഗപ്പി അങ്ങനത്തെ ഒരു മീനുകളുണ്ട്. കടയിൽ 4 ഐറ്റം ഗപ്പികളുണ്ട്. അപ്പോൾ നമ്മൾ ഈ സംഭവത്തിൽ നമ്മളിന്ന് പരിപാടികൾ നോക്കാൻ പോവാണ്. 4 ഐറ്റം മീനാണുള്ളത്. അപ്പോൾ 4 കള്ളിയാക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് അതിനെ മൂടാനുള്ളത് കേട്ടോ. ആ ടാങ്ക് മൂടാനുള്ള സംഭവമാണിത്. ഇതിപ്പോൾ ഇക്കാക ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇക്കാക രാവിലെ തൊട്ടുള്ള പരിപാടിയാണ് തോന്നുന്നുണ്ട്. എനിക്ക് ഒരു വർക്ക് ഉണ്ടായിരുന്നു, എന്താ പറയുക, കാറ്ററിംഗ് വർക്ക് ഉണ്ടായിരുന്നു. അമ്മമാരെ ജോലി ചെയ്ത കാശ് കൊണ്ട് കളിക്കുന്നത് ആമ്പിള്ളേർക്ക് ചേർന്ന പണിയല്ല. കാശിന് വേണ്ടി ഒരു ചേഞ്ചിന് നല്ല കൊട്ടേഷൻ കൊടുക്കും. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു കാറ്ററിംഗ് വർക്ക് കിട്ടുന്നത്. കൊറോണ ആയതിനു ശേഷം ആരും കാറ്ററിംഗ് ഒന്നും നടത്തുന്നില്ല. ഉണ്ടാവും, ചുരുക്കമായതുകൊണ്ട് വർക്കൊക്കെ കുറവായിരുന്നു. ഇന്നെന്തോ ഭാഗ്യത്തിനൊരു കാറ്ററിംഗ് വർക്ക് കിട്ടി. കുറച്ച് നേരമായിട്ടുള്ളപ്പോൾ വന്നിട്ട് കുറച്ച് മുന്നേ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 4 കള്ളിയാക്കും. ഗൈസ്, നമ്മുടെ ഈ കൂട് നമ്മൾ കൊടുക്കുകയാണ്. ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വേട് കൂടാൻ നിങ്ങൾക്ക് തോന്നുകയാണ്. ഇതിൽ ഞാൻ കൂട്ടിൽ പ്രാവിനെ ഒന്നും വളർത്താത്ത കാരണം കുറച്ച് കവറാക്കി വെച്ചാണ് ആവശ്യമില്ലാത്തത്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അടിപൊളി കൂടാണ്. മുകളിൽ ബാക്കിലൊക്കെ നല്ല മരത്തിൻ്റെ സംഭവങ്ങളാണ്. ഫ്രണ്ടിലും അടിയിലും സൈഡിലും നെറ്റ്. 3 കള്ളി ഉണ്ട്. അതേപോലെ 2 ലവ് ബേഡ്സിൻ്റെ ചട്ടിയും കൂടെ ഫ്രീ ആണ്. ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ വേണമെങ്കിൽ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മളിത് ചെറിയ കള്ളികളാക്കാൻ പോവാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന വല്ല പഴയ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, വെറുതെ നാശാക്കി കളയാതെ. ഇപ്പോൾ എല്ലാവരും കുളം കുത്തിയിട്ടൊന്നല്ല മീൻ വളർത്തുന്നത്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ടാങ്കൊക്കെ എടുത്തിട്ടാണ് മീൻ വളർത്തുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒട്ടുമിക്ക മീൻ വളർത്തുന്ന ആൾക്കാരുടെ കയ്യിലും ഇങ്ങനത്തെ ഒരു 10-30 ഫ്രിഡ്ജിൻ്റെ ഇതുണ്ടാവും. ഇപ്പം എല്ലാവരും ഇങ്ങനത്തെ സംഭവങ്ങളിലാണ് മീൻ വളർത്തുന്നത്. കറക്റ്റ് അവിടെ കറക്റ്റ് അളവ് എടുക്കുക, എന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ കഴിച്ച് നമ്മൾ ആ ഈർക്കിളി വെച്ചിട്ട് അതിൻ്റെ ആഴം അളന്നിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിതാ ഷീറ്റിന് ആ ഈർക്കിളിയുടെ അളവ് വെച്ചിട്ട് നമ്മൾ ആഴം അളക്കാൻ പോവാണ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി. എന്തായാലും പോണ്ട് മേക്കിങ്ങിനെക്കാട്ടും ഒരു അടിപൊളി സംഭവം തന്നെയാണിത്. പേനൊക്കെ വെച്ചിട്ട് അളന്നിട്ടാണ് കറക്റ്റ് മുറിക്കുന്നത്. ഇത് എന്തോ ഒരു ഷീറ്റാണ്, നല്ല കട്ടിയുള്ളൊരു തരം ഷീറ്റാണ്. വെളിച്ചമൊക്കെ പോയി, ഇനി കുറച്ച് കഴിഞ്ഞാൽ തീരെ ലൈറ്റ് ഉണ്ടാവില്ല. ഇരുട്ടായാലും നമ്മളിപ്പോൾ ഈ സംഭവം ഫിനിഷ് ചെയ്തിട്ടാണ് നിർത്തുള്ളൂ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കള്ളിയാക്കും, അതിൽ മീനാക്കും. അതാണ് പരിപാടി. ഒരു സബ്സ്ക്രൈബർ എന്തായാലും പോണ്ട് മേക്കിംഗ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ തൽക്കാലം ഇപ്പോൾ അതിന് പറ്റില്ല. പറ്റിയൊരു സൗകര്യം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റപ്പ് ആയതിനു ശേഷം നമ്മൾ എന്തായാലും ഒരു കിടിലൻ പോണ്ട് മേക്കിംഗ് വീഡിയോ ഉണ്ടാവും. തൽക്കാലം ഇപ്പോൾ നമുക്ക് ഈ ചെറിയൊരു ടാങ്ക് മേക്കിംഗ് വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. സിമ്പിൾ പരിപാടിയാണ്.
നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ പറയുക. സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അല്ലേ? അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഇപ്പോൾ ഇരുട്ടായ കാരണം വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റില്ല. സംഭവം നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ അടിയിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തായാലും ഫുൾഫില്ലായതിനു ശേഷം സംഭവം പരിപാടിയൊക്കെ ഓക്കെ ആയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കി ഷൂട്ട് നാളെ ആയിരിക്കും. അപ്പോൾ കാശ് ഇത് 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ കണ്ടില്ലേ, പണി ഫുള്ളായി കഴിഞ്ഞിട്ടില്ല. കുറേ നേരമായി രാവിലെ തൊട്ട് ചെയ്യൽ തുടങ്ങിയതാണ്, ഇന്നലെ തൊട്ട് ചെയ്യൽ തുടങ്ങിയതാണ്. ഈ സംഭവം മുറിച്ച് വരാൻ തന്നെ ഇഷ്ടംപോലെ ടൈം എടുത്ത്. ഇപ്പോൾ MC വെച്ചിട്ട് ഓരോന്ന് സെറ്റ് ചെയ്യണമല്ലോ. ഇന്നിപ്പോൾ എന്തായാലും ഫുള്ള് പണി കഴിഞ്ഞ് കാണിച്ചു തരാൻ പറ്റും തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ വൈകുന്നേരം 4 മണിയായി. ഗൈസ്, അത് കണ്ട ആ മരത്തിമേ നമ്മളൊരു സബ്സ്ക്രൈബർ ബ്രോയാണ്. എന്താ അതിൻ്റെ മുകളിൽ ഈ മീനെ വളർത്തണ്ട? ടാങ്ക് ഉണ്ടാക്കിയതണ്ട? കണ്ടില്ല ടാങ്ക് ഉണ്ടാക്കിയത്? എങ്ങനെയുണ്ട്? സൂപ്പറായാ? ഇതിൻ്റെ പൂർണ്ണ രൂപം നമ്മളെന്തായാലും തുടർന്നുള്ള വീഡിയോയിൽ കാണിക്കാം. എല്ലാം സെറ്റ് ചെയ്തിട്ട് നല്ല മീനൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിയിട്ട് മൂടിയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കും കൂടി അമർത്തുക. അപ്പോൾ നമ്മുടെ തുടർന്നുള്ള വ്ളോഗുകളും വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ പീസ്. ലൈക്ക് അടിക്കുക, ലൈക്ക് അടിക്കുക.